if a sum triples, so triples എന്ന് പറയുമ്പോൾ 3 times അല്ലേ, into 3, okay, in 15 years 15 വർഷം കൊണ്ട് 3 ഇരട്ടിയായിട്ട് മാറുന്നത് സിമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസ് വരുമ്പോൾ തന്നെ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ എന്തോ ആയിക്കോട്ടെ, ഷോർട്ട് കട്ട് ഉണ്ട് അല്ലെ, അവിടെ ഷോർട്ട് കട്ട് ഉണ്ട്. ഇപ്പോ ട്രിപ്പിൾസിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്താ, 200 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് n കിട്ടും. ഓക്കെ, സോ ഇവിടെ എന്നോട് n അല്ല കാണാൻ പറഞ്ഞത്, എന്നോട് കാണാൻ പറഞ്ഞത് 6 ആണ്. അപ്പൊ ഏത് ഫോമിൽ യൂസ് ചെയ്താൽ മതി, 200 ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു 6 കിട്ടൂലേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, നമ്പർ ഓഫ് ഇയേഴ്സ് 15 ഇയേഴ്സ് ആണ്. സോ ഞാനൊരു തുക ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 വർഷം കഴിയുമ്പോൾ അത് 3 ഇരട്ടിയായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ കാണാൻ പറഞ്ഞേ. അപ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക, 200 ഡിവൈഡഡ് ബൈ 15 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ, ഒരു മാർക്ക് കിട്ടുന്ന വഴിയാണത്. 200 ഡിവൈഡഡ് ബൈ 15, സോ ദ ആൻസർ ഈസ് 13.333%. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സോ ചെറിയ ലോജിക്, ചെറിയ ഷോർട്ട്. ഓക്കെ, ബൈ.